ഇന്ന് ഞങ്ങളുടെ ചെറിയൊരു ഓണാഘോഷ വ്ളോഗാണ് കേട്ടോ. തലേ ദിവസം അതായത് ഉത്രാടത്തിൻ്റെ അന്ന് വൈകുന്നേരം തന്നെ ഞാൻ ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് എന്തൊക്കെ വിഭവങ്ങൾ ഓണത്തിന് ഉണ്ടാക്കണമെന്നുള്ളത്. പച്ചക്കറി റെഡി. ഇനിയിപ്പോൾ പച്ചക്കറികളെല്ലാം കട്ട് ചെയ്ത് വെക്കണം. എല്ലാന്നുണ്ടെങ്കിൽ നാളെ ഓണത്തിൻ്റെ അന്ന് രാവിലെ ഇതൊന്നും ഒരുമിച്ച് നടക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെച്ച് രാത്രി തന്നെ കട്ട് ചെയ്ത് ഇതേപോലെ ഓരോ ഐറ്റം ഇങ്ങനെ പേപ്പറിലാക്കി കവറിലാക്കി പൊതിഞ്ഞ് വെച്ചു. ആദ്യമായിട്ടാണ് സദ്യ ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ അല്ല, ഇതിന് മുമ്പ് സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം. രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ അമ്പലത്തിൽ പോവാണ്. ഞങ്ങളുടെ തൊട്ടടുത്തുള്ളൊരു അമ്പലത്തിലാണ് പോകുന്നത്. തൃക്കാക്കര ക്ഷേത്രത്തിൽ പോകാമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. അത് നമ്മുടെ മഹാബലിയുടെ ആസ്ഥാനമൊക്കെ അവിടെയുണ്ട്. പക്ഷേ അവിടെ പോയാൽ ഇന്ന് ഉച്ചയായാലും എത്തില്ല, അത്ര തിരക്കാണ്. അപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള മറ്റൊരു അമ്പലത്തിലാണ് പോയത്. നല്ലൊരു ദർശനം എന്ന് പറഞ്ഞാൽ നല്ലൊരു ദർശനമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാമനനെ ഇത്ര മനോഹരമായിട്ട് ഞാൻ ഒരു അമ്പലത്തിലും ഇതേപോലെ ഒരുക്കിയത് കണ്ടിട്ടില്ല. മനസ്സിന് ഭയങ്കര തൃപ്തിയോടുകൂടെ തൊഴുതിറങ്ങി. ആ സമയത്ത് ആ കാക്കപ്പൂവും, പണ്ടൊക്കെ ഞങ്ങൾ ഈ പറഞ്ഞ കാക്കപ്പൂവും മുക്കുറ്റിയൊക്കെ പൊട്ടിച്ച് അമ്പലത്തിൽ കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ പെട്ടെന്ന് അത് കണ്ടപ്പോൾ അവിടെ തന്നെ ഒന്ന് സ്റ്റക്കായി. ഞാൻ മോൾക്ക് അതൊക്കെ കാണിച്ചു കൊടുത്തു. അമ്പലക്കുളം, മനോഹരമായ അമ്പലക്കുളം, നല്ല വൈബാണ് കേട്ടോ ഈ അമ്പലത്തിൽ. തൊഴുതിറങ്ങി നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഇനി വീട്ടിൽ പോയിട്ട് പൂക്കളൊക്കെ ഇടണം. എല്ലായിടത്തും പൂക്കളൊക്കെ ഇട്ട് ആർപ്പുവിളിയൊക്കെ കഴിഞ്ഞു. പക്ഷെ ഞങ്ങൾ വീട്ടിലെത്തിയതിന് ശേഷമാണ് പൂക്കളിടുന്നത്. ആമിക്കുട്ടിയൊക്കെ പൂക്കളിടാനായിട്ട് പോയി. ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കണം. അമ്പലത്തിൽ പോയി വന്നപ്പോഴേക്കും അവർക്കൊക്കെ വിശപ്പ് തുടങ്ങി. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറുമാണ് ബ്രേക്ക്ഫാസ്റ്റ്. സാധാരണ ഇങ്ങനെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഞാൻ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ശരിയാവാറില്ല. എന്തെങ്കിലുമൊക്കെ അപാകതകളുണ്ടാവും. എന്തോ ഇന്നത് കറക്റ്റായി. നല്ല ഇഡ്ഡലി, നല്ല സാമ്പാർ. കാണുമ്പോൾ തന്നെ തോന്നുന്നില്ലേ, നല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധാരണ വിശേഷപ്പെട്ട ദിവസങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കറക്റ്റ് ആവാറില്ല. ഇതെന്തോ ആദ്യമായിട്ട് അങ്ങോട്ട് ശരിയായി. കുറേ നാൾക്ക് ശേഷം ഞാൻ ചായ ഉണ്ടാക്കി. അങ്ങനെ ചായ അങ്ങനെ കുടിക്കാറില്ല. കുറേ നാൾക്ക് ശേഷം ചായ ഉണ്ടാക്കി. ആ ചായയും ഇഡ്ഡലിയൊക്കെ ഞങ്ങൾ 3 ആളും കൂടി ഒരുമിച്ചിരുന്നാണ് കഴിച്ചത്. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയാമെന്ന് വിചാരിക്കരുത്, നല്ല ടേസ്റ്റായിരുന്നു. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മുടെ ചെറിയൊരു ഓണം ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനുണ്ടല്ലോ ഇന്നൊരു ഒറ്റയ്ക്ക് സദ്യ ഉണ്ടാക്കാൻ പോവാണ്. ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുമെന്നറിയില്ല. ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്, എൻ്റെ മോൾക്കും എൻ്റെ ഭർത്താവിനും വേണ്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് എന്നൊരു സദ്യ ഉണ്ടാക്കണം എന്നുള്ളൊരു പ്ലാനിലാണ്. ഇന്നലെ തന്നെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചു. ആദ്യം പായസത്തിൽ തുടങ്ങാമെന്ന് കരുതി. അമ്പലത്തിൽ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചു. അമ്പലത്തിലൊക്കെ പോയി വന്നതാണ് ഞാൻ പായസം ഉണ്ടാക്കാൻ പോവാണ്. സദ്യയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പായസം ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ സദ്യ കഴിഞ്ഞിട്ടാണ് എല്ലാവരും സദ്യയുടെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ നേരെ തിരിച്ച് ആദ്യം തന്നെ പായസം ഉണ്ടാക്കാമെന്ന് കരുതി. കാരണം ഞാൻ പായസം ഉണ്ടാക്കുമ്പോൾ തന്നെ ഇവർ കുറേശ്ശെ എടുത്ത് കഴിച്ച് പകുതിയാക്കും. സദ്യ ആകുമ്പോഴേക്കും 2 കൂട്ടം പായസം ഉണ്ടാക്കുന്നുണ്ട്. ഇന്നൊരു സ്പെഷ്യൽ പായസമാണ്. തുടങ്ങാൻ പോവാണ്. നമുക്ക് സദ്യ ഉണ്ടാക്കാൻ തുടങ്ങാം. തുടക്കം തന്നെ ഒരു പായസമാണ്, സ്പെഷ്യൽ പായസമാണ്. ഈ വർഷം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പായസത്തിൽ തുടങ്ങുകയാണ് കേട്ടോ. പായസം ഉണ്ടാക്കാനുള്ള പോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് പാലൊഴിക്കുകയാണ്. അധികം ആഡംബര പണികളൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള പായസമാണ് കേട്ടോ. പാലൊഴിച്ചിട്ടുണ്ട്. പായസം ഞാൻ ആദ്യം ഉണ്ടാക്കാനുള്ള കാരണം, ഇവിടെ 2 കൊതിയന്മാരുണ്ട്. ഇവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് അതും ആയില്ലേന്ന് ചോദിക്കും. അപ്പോൾ കുറച്ച് പായസം ഉണ്ടാക്കിയാണ് വെച്ച് കഴിഞ്ഞാൽ അത് കുടിച്ച് മിണ്ടാണ്ട് പോയിക്കോളും. അല്ലെങ്കിൽ സദ്യ ലേറ്റായതിൻ്റെ പേരിൽ ആയില്ലേ വിശക്കുന്നില്ലെങ്കിൽ വിശക്കുന്നു എന്ന് പറയും. അപ്പോൾ ഞാൻ കരുതി ആദ്യം പായസം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം പായസമാണ്, സിമ്പിൾ പായസമാണ് കേട്ടോ. ഈ വർഷത്തെ വൈറൽ പായസമാണ്. അപ്പോൾ പായസത്തിൻ്റെ പരിപാടി ഏകദേശം കഴിയാറായിട്ടുണ്ട്. ആദ്യമൊന്നുമില്ല, പ്രത്യേകിച്ച് പാല് അങ്ങോട്ട് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. അതൊന്ന് കട്ടിയായിട്ട് വരട്ടെ, അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിക്ക്. പ്രോപ്പറായിട്ടുള്ള ഓണപ്പൂക്കളൊക്കെ ഒന്നുമല്ല കേട്ടോ. സാധാരണ വെളുപ്പിനൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാക്കണ്ടേ പൂക്കൾ. ഇത് ആമിക്കുട്ടിയുടെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ പൂക്കളാണ്. സാധാരണ ഇന്ന് ഞങ്ങൾ അത്തമുതലൊന്നും പൂക്കളിട്ടില്ല. ഇന്നാണ് ഇപ്പോൾ ഇടുന്നത്. പാല് നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് കട്ടിയായിട്ടുണ്ട്. കട്ടിയായി കഴിയുമ്പോൾ നമ്മൾ നെയ്യ് ഇടുക, കണ്ടൻസ് മിൽക്ക് ഇടുക, ഏലക്ക ഇടുക, കാഷ്യൂ നട്ട്സ് ഉണ്ടെങ്കിൽ ഇടുക, അല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല. അത് കഴിഞ്ഞ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അതിടുക. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡി. തിളച്ച് വന്ന പായസത്തിലേക്ക് കണ്ടൻസ് മിൽക്ക് വളരെ കുറച്ചുണ്ടോ ഇട്ടിരിക്കുന്നത്. കാരണം അത് ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് ഞാൻ പറഞ്ഞില്ല, ആ സംഭവം ലഡു.
പായസം. മധുരം കഴിച്ചിട്ട് നമുക്ക് സദ്യ. ഇത് രാവിലെ എഴുന്നേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. വെളുപ്പിനെ തന്നെ മാവിലിനെ വിളിച്ച് ഇതൊക്കെ വെച്ച് പിന്നെ അടയൊക്കെ വെച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ അമ്മ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടു പഠിച്ചുകൊണ്ട് തന്നെ ഇതൊക്കെ എനിക്ക് അറിയാം ചെയ്യാനായിട്ട്. പക്ഷേ ഇതിപ്പോഴല്ല ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. വെളുപ്പിന് എഴുന്നേറ്റ് ചെയ്യേണ്ടതാണ്. ഇന്ന് ഞാൻ അത്തം മുതലൊന്നും പൂക്കൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അത്തം മുതൽ 10 ദിവസം മുമ്പ് നമ്മൾ ഇതൊക്കെ നോക്കാറുണ്ട്. പിന്നെ നമ്മൾ ഫ്ലാറ്റിലായതുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യാനൊരു ചെറിയൊരു പരിമിതികളൊക്കെ ഉണ്ട്. എന്നാലും പറ്റുന്ന രീതിയിൽ മോളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്തു. പിന്നെ അവൾ പൂക്കളം മാത്രം ഇടുന്നത് കണ്ടപ്പോൾ ശരി എന്നാൽ ഇത് തൃക്കാക്കരപ്പനെ അങ്ങോട്ട് വെച്ച് ഒന്ന് അലങ്കരിക്കാമല്ലോ എന്ന് കരുതി ചെറുതായിട്ടാണ് കേട്ടോ ഒന്ന് ചെയ്തത്. പക്ഷെ ചെയ്തു വന്നപ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഐശ്വര്യമൊക്കെ സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും മഹാബലി അനുഗ്രഹിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ടായിരുന്നു ഇതിനൊക്കെ. ഇതുണ്ടല്ലോ ഞാൻ പണ്ട് എന്നെക്കൊണ്ട് എൻ്റെ അച്ഛൻ്റെ അമ്മ ചെയ്യിപ്പിക്കുമായിരുന്നു. ഇതേപോലെ എൻ്റെ കയ്യിൽ ഈ പൊടി കലക്കിയ വെള്ളം ഇതുപോലെ ഡോറിൽ വെപ്പിക്കുമായിരുന്നു. ആ ഒരു ഓർമ്മയിലാണ് ഞാൻ എൻ്റെ മോളെ കൊണ്ട് ഇപ്പോൾ ചെയ്യിപ്പിച്ചിട്ട് മോളോട് ഓർമ്മ ഇങ്ങനെ ചെയ്യുക എന്നുള്ളത്. സാധാരണ എൻ്റെ വീട്ടിൽ എൻ്റെ കയ്യാണ് വെക്കുന്നത്. ഞാനായിരുന്നു എൻ്റെ വീട്ടിലെ കുട്ടി. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൈയായിരുന്നു ഇങ്ങനെ എൻ്റെ അച്ഛൻ്റെ അമ്മ ഇങ്ങനെ വെപ്പിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു ഓണത്തിൻ്റെ ഒരു കളറൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നേരെ ഞാൻ ഇവരുടെ പൂക്കളം അത്ര ഹാപ്പിയല്ല. ഞാൻ അവരുടെ ഇഷ്ടത്തിനാണ് ചെയ്തത്. എന്തൊക്കെയോ വലിച്ചു വാരിയിട്ടിരിക്കുന്നു. പക്ഷെ ഒരു ഐശ്വര്യമൊക്കെ ഉണ്ട് കാണാനല്ലേ. ഇനിയിപ്പോൾ പായസം എന്തായെന്ന് നോക്കാം നമുക്ക്. വന്നപ്പോഴേക്കും ലഡ്ഡു പായസം ഒരുമാതിരി ആയിട്ടുണ്ട്. ഇത് ശരിക്കും പായസം ഫീലാണോ എന്ന് ചോദിച്ചാൽ പായസം ഫീലായിട്ട് എനിക്ക് തോന്നിയില്ല. ഇതൊരു രസമലയിലൊക്കെ കഴിക്കില്ലേ, രസമലായി നമ്മൾ ആ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിന്. എന്ത് ചെയ്യാം കുട്ടി? ഇതെന്തിനാ? സദ്യ ഉണ്ടാക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ആളാണ് കേട്ടോ. എപ്പോഴും ഈ TV മൊബൈൽ ഒക്കെ അല്ലേ കുട്ടികൾ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ജോലിയൊക്കെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അവരുടെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടാവുള്ളൂ കുറച്ച് ആൾ കഴിഞ്ഞ് ഓർക്കാനായിട്ട്. പക്ഷേ ഇതുപോലെ കൈയൊക്കെ സൂക്ഷിക്കണം. നല്ല സ്പീഡിൽ ചെയ്യണം. കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുമെന്ന്. ചെറുതായിട്ട് കൈ, പക്ഷെ ചോരയൊന്നും വന്നില്ല. ചെറുതായിട്ടൊന്ന് പോറി അതിന് വേണ്ടിയിട്ട്. അപ്പോഴേക്കും എൻ്റെ അവിയലും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. 10-16 കൂട്ടം കറി ഉണ്ടാക്കണം. അതും ഒറ്റയ്ക്ക് ഉണ്ടാക്കണം. ഞാൻ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നോക്കിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതനുസരിച്ച് ഞാൻ ടിക്കറ്റ് പോവാണ്. പിന്നെ ആദ്യമായിട്ടാണല്ലോ ഞങ്ങൾ ഓണത്തിന് ഫിഷ് ചിക്കനൊക്കെ വെക്കുന്നത്. അങ്ങനെ നമ്മൾ ഫിഷ് ഒന്നും വെക്കാനുള്ള വെജ് മാത്രമാണ്. പക്ഷേ ഇവർ പറയുന്നു ഇവർക്ക് നോൺ വേണമെന്ന്. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതിട്ട് വെച്ചു. നമ്മുടെ ഓണം സദ്യ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം ഞാനാണ് ഉണ്ടാക്കിയെന്ന് എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, ഓരോ ഐറ്റവും ഭയങ്കര ടേസ്റ്റായിരുന്നു. മനസ്സും ഭയങ്കരമായിട്ട് നിറഞ്ഞു. ഭയങ്കര ഹാപ്പിയായി. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ ഗൈസ്. ഇത്ര ഐറ്റംസ് നമ്മളുണ്ടാക്കി. ഒരു 16 കൂട്ടം കറിയോളം ഉണ്ടായിരുന്നു. പിന്നെ പപ്പടം, അതുകൂടാതെ ചിക്കൻ, ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു. ഒരു 10-16 കൂട്ടം കറി ഉണ്ടായിരുന്നു. എന്തൊക്കെ കറിയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടുകറി ഉണ്ടായിരുന്നു, ക്യാബേജ് ഉണ്ടായിരുന്നു, പച്ചടി ബീട്രൂട്ട് പച്ചടി ഉണ്ടായിരുന്നു, വെള്ളരിക്ക പച്ചടി ഉണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, പുളിയിഞ്ചി ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് രാവിലെ ഉണ്ടാക്കി കേട്ടോ. പിന്നെ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഉണ്ടായിരുന്നു, കാളൻ ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു, പരിപ്പ്, നെയ്യ്, ചിക്കൻ ഫ്രൈ, പിന്നെ നെയ്മീൻ ഫ്രൈ, പിന്നെ പഴം, പപ്പടം, പിന്നെ 2 കൂട്ടം പായസം. ഇതൊക്കെയായിരുന്നു. ഇതെല്ലാം കൂട്ടി ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചു. ആ സദ്യ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എങ്ങനെയും കിടന്നാൽ മതി. പിന്നെ മോരുണ്ടായിരുന്നു, രസം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്കറിയാം ഇതൊക്കെ കഴിച്ചപ്പോൾ നമ്മൾ മത്ത് പിടിക്കും. ആ മത്ത് വിടാനായിട്ട് മോര് വേണം എന്ന് എനിക്കറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ മോരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, സംഭാരം. പിന്നെ രസം ഉണ്ടാക്കി. അവസാനം രസമൊക്കെ കുടിച്ച് കഴിയുമ്പോഴേ ഇതൊക്കെ ഒന്ന് ദഹിച്ച് പോകണ്ടേ. പിന്നെ ഈ പപ്പടവും ഈ പായസവും ഈ പഴവും കൂടി കുഴച്ച് ഇങ്ങനെ കഴിക്കുമ്പോഴൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ടേസ്റ്റ് വേറെ ലെവലാണ്. സദ്യയൊക്കെ കഴിച്ച് മനസ്സിൽ ഒരുപാട് സന്തോഷവും ഒരുപാട് സന്തോഷം തോന്നി. സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ പൂക്കളത്തിൻ്റെ അവസ്ഥ ഇതായി. ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ്. എന്തായാലും എല്ലാവർക്കും ഹാപ്പി ആണോ.